കഥാപാത്രത്തിൽ ഒരു പുതുമ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ദർ ആർ ഓൺലി സർട്ടൻ തിങ്സ് ഓർ ജോണേഴ്സ് യു കെൻ ഡു. ഇത്ര പേരാണ് കൂടുതൽ ആൾക്കാർ, എന്തൊരു വൈബാ നോക്കിയേ. ഞാൻ ആലോചിക്കായിരുന്നു ലൈക്ക് എന്ത് ഭംഗിയായിട്ടാ ചെയ്യണേ. അപ്പൊ ഞാൻ വേറൊന്നുമല്ല പറയണത്, കൊള്ളാം. ആ സമയത്ത് എനിക്ക് കൂടുതലും ഓഫീസ് പോർഷൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരത് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് എന്ത് വൈബായിരുന്നറിയോ, ഞങ്ങൾ നൈറ്റ് ഷൂട്ടൊക്കെ കിടിലം. റൈഫിൾ ക്ലബ്ബ് കാണുമ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതെന്താ റംസാൻ ലീഡായിട്ട് ചെയ്യാത്ത. ഐ ആം സോ ഹാപ്പി ദാറ്റ്. സാഹസം എന്ന് പറയുന്ന പടം പല രീതിയിൽ സാഹസം പോർട്രേ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതൊരു റൊമാൻറ്റിക് കോമഡി മൂവി എന്ന് പറയാം. ത്രില്ലറിന്റെ ഒരു ചെറിയ എലമെന്റ് ഉണ്ടെന്നുള്ളേ ഉള്ളൂ. എല്ലാവരും ഡാൻസർ ആയിട്ടല്ലേ കണ്ടേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി ഓഡിയൻസിലേക്ക് ആസ് എൻ ആക്ടർ എനിക്ക് സ്വയം എന്നെ പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എൻ്റെ കണ്ടന്റുകൾ. ഞാൻ തന്നെ ക്യാമറ ചെയ്യുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു. എൻ്റെ കംഫർട്ട് സ്പേസിലാണ് നിൽക്കണേ. എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചാൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ നമ്മുടെ സെറ്റിലോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇസ് ഹ്യൂജ്. എനിക്കിത് പറയാനറിയാം, ഇത് ബാക്കിയുള്ള ആര് പറഞ്ഞാലും ഇപ്പൊ കഥ പറയും. അതുപോലെ എനിക്ക് കുറെ പണ്ട് വഴക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയണ്ടെന്നൊരു ഐഡിയ. ബിക്കോസ് ഇറ്റ് കെൻ നമ്മൾ ഫ്ലോയിൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതാ. ബിപിൻ കൃഷ്ണ ഡയറക്ട് ചെയ്ത റിനീഷ് കെ എൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രണ്ട് റോ ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഇറങ്ങുന്ന സാഹസം എന്ന മൂവിയുടെ പ്രൊമോഷൻ സൈറ്റിലാണ് നമ്മൾ. കൗമുദി മൂവീസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നുള്ളത് ദ ലീഡ് റോൾ ചെയ്യുന്ന റംസാൻ മുഹമ്മദ്, ഹായ്, ദ സ്റ്റൈലിഷ് ഐക്കോണിക് ഡാൻസർ, ആൻഡ് ഗൗഡി ജി കിഷൻ. പിന്നെ നമ്മുടെ ഹലോ ഗുഡ് ഈവനിങ് ഫെയിം, ദ ക്യൂട്ട് ആൻഡ് ഗോർജിയസ് ടെസ ജോസഫ്. അതുപോലെ തന്നെ വെറും വർഷ എന്ന പേരിൽ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ഇൻഫ്ലുവൻസർ, ക്രിയേറ്റർ വർഷ. ഓക്കെ, സി നിങ്ങളുടെ രണ്ട് പോസ്റ്റേഴ്സ് നോർമലി നമുക്കൊരു ഇതുണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഫിലിം പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളുടെ രണ്ട് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒന്ന് ഓക്കെ ഒരുവിധം നമുക്ക് എന്തൊക്കെയോ മിക്സപ്പ് ആണെന്ന് പറയാം. അപ്പം എന്താണ് ആ പോസ്റ്ററിന്റെ അർത്ഥം? അത് ഞാൻ ഹീറോടാണ് ആദ്യം ചോദിക്കുന്നത്. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് പുറകിൽ കാണുന്നത്. അതെ, ഹീറോയുടെ ആദ്യം ചോദിക്കാം. ബേസിക്കലി സാഹസം എന്ന് പറയുന്ന പടം പല രീതിയിൽ സാഹസം പോർട്രേ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സാഹസം നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള മാത്രമാണെന്ന് തോന്നും. പക്ഷെ അല്ല, ഇതിൽ ഓരോ ക്യാരക്ടർക്കും അവരുടെ ലൈഫിൽ നടക്കുന്ന സാഹസമുണ്ട്. പിന്നെ എല്ലാം കൂടി വരുന്ന ഒരു വലിയ സാഹസത്തിന്റെ ആൻസർ ആണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. സോ ആ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സിനിമയുടെ വലിയൊരു ഹുക്ക് എടുപ്പുണ്ട്. അതിനകത്ത് അതിൽ വലിയൊരു ഹുക്ക് എടുപ്പുണ്ട്. അതിൽ നമ്മുടെ പലരുടെയും ഒരു ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസിന്റെ എന്തൊക്കെയോ ഭാഗങ്ങൾ അവിടെ ഇവിടേക്ക് ആയിട്ടുണ്ട്. പിന്നെ കാർസ്, അത് പലരുടെയും ക്യാരക്ടറിനെ അതിനകത്ത് പോർട്രേ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പോസ്റ്ററിലുണ്ട്. അല്ല, അത് ആ ഒരു പോസ്റ്ററിൽ വേറൊരു പ്രത്യേകത, ഒന്ന് രണ്ട് പേരൊഴിച്ച് ബാക്കി എല്ലാവരും എന്താണ് നടക്കാൻ പോകുന്ന ഒരു ആകാംക്ഷയെ നോക്കുകയാണ്. അതിൽ നരേന്ദ്രന്റെ ക്യാരക്ടർ വന്നിട്ട് ഒരു ചെറിയൊരു കോമഡി ടച്ച് പോലെ ഒരു തോക്ക് പിടിച്ചിട്ടുണ്ട്. ഇതേസമയം അപ്പുറത്തിരിക്കുന്ന ആളും അതിങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കുന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി ഉള്ള മെജോറിറ്റി ആൾക്കാരും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നോക്കിയിട്ട് ഇതെന്താ നടക്കാൻ പോകണമെന്നാണ് കാണിക്കുന്നത്. സോ അത്രമാത്രം നിങ്ങൾ എന്ത് സാഹസമാണ് സാഹസം കുറച്ചധികം ഉണ്ട് പടത്തില്. ആണല്ലേ? കണ്ടറിയാം ഡെഫിനറ്റ്ലി. അതൊരു ചെറിയൊരു സീക്രട്ട് ഇരിക്കട്ടെ അതില്, അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സീക്രട്ട്. ഞാൻ പല ആംഗിളിൽ നോക്കി മനസ്സിലാവുന്നില്ല. ആദ്യം കാറിൽ കൂടെ ഒരുപാട് ഇമോഷൻസിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു പടമാണ് സാഹസം. അപ്പം എവിടെ നമ്മളൊരു പിടി കൊടുക്കരുതല്ലോ. അങ്ങനെ ഒരു പോസ്റ്ററാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. പടം റിലീസ് ആവുന്നതുകൊണ്ട് അതിന്റെ ഡേറ്റ് ഒക്കെ എടുക്കും തോറും കുറച്ചുകൂടി പോസ്റ്റേഴ്സും കുറച്ചുകൂടി പടത്തെ ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ വരും. ഓക്കെ, ഏറ്റവും നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഡാൻസ് ചെയ്യുന്ന ആള് എന്നൊരു അവാർഡ് തരാൻ പറ്റുന്ന ആളാണ് റംസാൻ. അതായത് ബോഡി ഫ്ലെക്സിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അത് എങ്ങനെ വേണമെങ്കിലും ഒടിച്ച് മടക്കി എടുക്കാമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഓരോ റീൽസും അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ ആ ഡാൻസിന്റെ എന്തെങ്കിലും സാധ്യത ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ഞാൻ സങ്കടമില്ലേ? അതിന്റെ സന്തോഷമാണുള്ളത്. കാരണം എല്ലാവരും ഡാൻസർ ആയിട്ടല്ലേ കണ്ടേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി ഓഡിയൻസിലേക്ക് ആസ് എൻ ആക്ടർ എനിക്ക് സ്വയം എന്നെ പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതും ഇത്ര നല്ലൊരു പടം. ഇതിന്റെ മുന്നേ ബിപിൻ ചേട്ടൻ ചെയ്ത പടമാണെങ്കിലും ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാനറിൽ ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവുക, ഒരു പ്രോപ്പർ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുക. ചിലപ്പോൾ ഡാൻസ് ചെയ്ത ഒരു പക്ഷേ ഓഡിയൻസിന് പെട്ടെന്ന് ഇത് റംസാന് പറ്റുന്ന പരിപാടിയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ള സാധ്യത അവിടെ ഉണ്ട്. അതിന് പകരം നമ്മൾ പ്യൂറായിട്ട് ഒരു ക്യാരക്ടർ മാത്രം, എൻ്റെ ക്യാരക്ടറിന്റെ പേര് ജീവൻ എന്നാണ്. അപ്പോൾ ജീവനായിട്ട് ജീവിക്കുക, ആ ക്യാരക്ടറിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു
അതിൽ സന്തോഷമുണ്ട്. പറഞ്ഞിരുന്നു. ഓക്കെ, ജീവനിലേക്ക് നമുക്ക് വരാം. ഈ ബിപിൻ കൃഷ്ണയുടെ മുന്നത്തെ ഒരു പടം അല്ലെങ്കിൽ നമ്മൾ മുന്നത്തെ വർക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിലൊരു ത്രില്ലർ എലമെന്റ് ഉണ്ടോ? എന്ത് പറയുന്നു, ത്രില്ലർ ഉണ്ടോ ഇതിനകത്ത്? ഇതിനകത്ത് എല്ലാത്തിൻ്റെയും ഇതൊരു റൊമാൻറ്റിക് കോമഡി മൂവി എന്ന് പറയാം. ത്രില്ലറിന്റെ ഒരു ചെറിയ എലമെന്റ് ഉണ്ടെന്നുള്ളേ ഉള്ളൂ, പക്ഷെ കൂടുതലും ഇറ്റ്സ് തന്നെ ഒരു റൊമാൻറ്റിക് കോമഡി അങ്ങനെ തന്നെ പറയാം അല്ലേ? പലരും ഈ സിനിമനെ കാണുന്ന കാഴ്ചയിലാണ് സിനിമ ഇരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഞങ്ങളുടെ റൊമാൻറ്റിക് സൈഡ് ഉണ്ട്, അത് കൂടാതെ വേറൊരു വലിയ ഭാഗം അതിൻ്റെ ഒരു ത്രില്ലർ സൈഡ് ഉണ്ട്. എന്റർടൈനിങ് ആണ് പടം, ഇമോഷണൽ ആണ് പടം. അപ്പൊ ഇതിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട് സിനിമ. സോ അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ക്യാരക്ടർക്കും അവരുടേതായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ സിനിമ കാണുമ്പോൾ ഒരു ഫുൾ പാക്കേജ് ആണ് പരിപാടി. യെസ്, എക്സാക്ട്ലി, ദാറ്റ്സ് ദ പോയിന്റ്. ഇറ്റ്സ് എ ഫുൾ പാക്കേജ്. നമുക്ക് ഒരു ത്രില്ലർ പടം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് അങ്ങനെ പറയാൻ പറ്റില്ല. അതിനകത്ത് ദർ ആർ സോ മെനി എലമെന്റ്സ്. നിങ്ങൾ ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അതിനകത്ത് മനസ്സിലാക്കാം കുറച്ചൊക്കെ. സോ എവറിത്തിങ് ഈസ് ഇൻവോൾവ് ഇൻ ദാറ്റ്. ഓക്കെ, ഗൗരി, സാധാരണ നമ്മൾ റൊമാൻറ്റിക് സീൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നോക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതായത് റൊമാൻസ് ആയ കൂടിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പോൾ നല്ലപോലെ നമ്മൾക്കിപ്പോൾ ഒരു ബൈക്കിൽ കയറുന്ന ഒരാളാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ എന്നാൽ കൂടി എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതിൽ എനിക്ക് തോന്നുന്നു ഇമോഷണലി ഡെഫിനറ്റ്ലി ഫിസിക്കൽ ആസ്പെക്ട്സ് മാത്രമല്ലാതെ ചില ക്യാരക്ടേഴ്സിന് ഇതിനത്ര പണിയെടുക്കേണ്ടി വന്നോ എന്ന് ചോദിച്ചാൽ അത്ര ഇല്ലായിരുന്നു എനിക്ക് പേഴ്സണലി എൻ്റെ ക്യാരക്ടറിന്. പക്ഷേ ഈ ഒരു സിനിമയിൽ അത്രയും പാരലൽ ട്രാക്സ് പോകുന്നുണ്ട്. നമ്മുടെ തന്ന സ്പേസിന് ആ ഒരു കറക്റ്റ് മീറ്ററിൽ നിർത്തണം, അല്ലാതെ എങ്ങും നമ്മൾ ഓവറും അല്ലെങ്കിൽ കുറയ്ക്കാനും പാടില്ല എന്നുള്ളൊരു സെൻസ് എപ്പോഴും മൈൻഡിലുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ചെയ്യാത്തതാണോന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. ബിക്കോസ് എനിക്ക് തോന്നുന്നു എല്ലാ എന്താ പറയുക കഥാപാത്രത്തിൽ ഒരു പുതുമ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ദർ ആർ ഓൺലി സർട്ടൻ തിങ്സ് ഓർ ജോണേഴ്സ് യു ക്യാൻ ഡു. അപ്പോൾ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ഡ്രാമാസിൽ ഞാൻ ഒന്നിൽ ഏറെ ഞാൻ ഭാഗമായിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ എല്ലാത്തിനും ഐ ട്രൈ ടു ബ്രിങ് ഇൻ ആസ് മച്ച് എസ് ഫ്രഷ്നെസ്. ഈ നിമിഷ നേരം കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണ് വർഷ. അതായത് അങ്ങനെയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് ഇഷ്യൂസും എടുത്തിട്ട് ഇങ്ങനെ അമ്മാനോടാൻ പറ്റുന്നൊരു കഴിവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കൃത്യമായിട്ട് അമ്മയെങ്കിൽ അമ്മ, മോളെങ്കിൽ മോള് കറക്റ്റായിട്ട് പോർട്രേ ചെയ്ത് അത് കറക്റ്റായിട്ട് റീൽസിൽ കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ഫിലിമിൻ്റെ പാർട്ടാകുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്? അത് വലിയ ഡിഫറൻസ് അല്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എൻ്റെ കണ്ടന്റുകൾ. ഞാൻ തന്നെ ക്യാമറ ചെയ്യുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു. എൻ്റെ കംഫർട്ട് സ്പേസിലാണ് നിൽക്കണേ. എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചാൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ നമ്മുടെ സെറ്റിലോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇസ് ഹ്യൂജ്. ഞാൻ കോൺഷ്യസ് ആവാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. പിന്നെ ഡയറക്ടർക്കാണ് എന്താണ് മൂഡ് എന്ന് അറിയുള്ളൂ കറക്റ്റ്. അപ്പം അവരുടെ ഇതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റണം. അപ്പം അത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം നന്നായിട്ട് റീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നന്നായിട്ടൊരു കണ്ടന്റ് ഞാൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് നന്നായിട്ട് സിനിമ ചെയ്യാൻ പറ്റണമെന്നില്ല. അതെ, അതാണ് പോയിന്റ്. അതിലേക്കാണ് ഞാൻ ചോദിച്ചത്. ഒരിക്കലും പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പകച്ചൊരു ഫസ്റ്റ് ഇതിലേക്ക് എങ്ങനെ ഇന്നാവുന്നത് എന്ന് പറയുമ്പോൾ ബിബിനേട്ടനെ എനിക്ക് 21 ഗ്രാംസിൽ ആ സമയത്ത് മുതൽ അറിയാം. ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റേഡിയോയിലായിരുന്നു 3.5 വർഷം. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും അടുത്ത സിനിമയിലേക്ക് ഒന്ന് തരണം അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞിട്ട് സാഹസത്തിൻ്റെ സമയമായപ്പം ബിബിനേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു പടമുണ്ട്, നരേൻ ചേട്ടൻ്റെ പേരായിട്ടാണുള്ളത്, അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ലതാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ അങ്ങനെയാണ് ഉണ്ടാവണത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വിളിച്ച് പറയുമ്പോൾ കൂടിയിട്ടും. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഒരു സിനിമ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ച് മുന്നേക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാ മിക്ക പടങ്ങളും ഞാൻ ഓഡീഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടി ഓരോന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എനിക്കങ്ങനെ പലപ്പോഴും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഒരാൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് വന്നതിന് ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നെ കറക്റ്റ് വിളിച്ചു, എന്നെ അത് പ്രൊഡക്ഷന് വിളിച്ചു. അങ്ങനെ ഇന്നാവണത്. പിന്നെ ക്യാരക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇഷ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. നരേൻ ചേട്ടൻ്റെ കൂടെയുള്ളൊരു സംഭവമാണ്. എനിക്കിത് കുറച്ച് തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ, അത് ഏത് ഇതാണെങ്കിലും നമ്മൾ എത്ര വേറെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും കൂടിയിട്ടും സിനിമയിലോട്ട് വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇഷ എന്താണ്? ഇഷയുടെ ഒരു നേച്ചർ എങ്ങനെയാണ്? ഇഷയുടെ നേച്ചർ എന്ന് പറയുകയാണെങ്കിൽ
അതിനെങ്ങനെയാ പറയാന്ന് എനിക്ക് സത്യം പറഞ്ഞ അറിഞ്ഞൂടാ. ചിലപ്പോൾ പറഞ്ഞ കഥ മൊത്തം അതെ, കഥ മൊത്തം പറയേണ്ടി വരും. ലുക്സ് ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള കാണുന്ന പോലെ തന്നെ ഫുൾ ടൈം ഇങ്ങനെ അങ്കലാപ്പിലാണോ ഹസ്ബൻഡ്? പോസ്റ്റർ കാണുന്ന അത് ഞാൻ പറയുന്നില്ല, കാരണം ഇത് പറഞ്ഞാൽ ചിലപ്പോ ചീത്ത കേൾക്കോ. ശരി, ഒരാൾ അവിടെ നിന്ന് സ്കൂടും, ഹെഡ് മാസ്റ്റർ അവിടെ ഇരിപ്പുണ്ടല്ലേ. എനിക്ക് ഞാൻ ചോദിക്കുന്ന ക്യാരക്ടർ ആർക്ക് മാത്രമാണ്, അത് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ജീവന്റെ ഒരു എങ്ങനെയാണ്, ജീവൻ എന്നൊരാൾ എങ്ങനെയാണ്? ഭയങ്കര ജോളിയാണോ, അല്ലെങ്കിൽ ഭയങ്കര റിസർവ്ഡ് ആണോ, അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആണോ, എങ്ങനെയാണ്? ഇല്ല, ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ എൻ്റെ ഇതിനകത്ത് പ്രൊഫഷൻ IT ആണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ആംപിയോട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം സ്വന്തം സുഹൃത്തുക്കളുടെ ഇടയിൽ മാത്രം ഭയങ്കര എക്സ്ട്രീംലി ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അത്രയും കംഫർട്ട് സോണിലുള്ള മാത്രം അങ്ങനെ നിൽക്കുന്ന ഒരാൾ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ആംപിവോട്ടായി, ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ടായിട്ട് നിൽക്കാം. സോ അങ്ങനെ ഒരാളുടെ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. ആൻഡ് അവിടെ എന്ത് ആ ആള് ചെയ്യുന്നു, എങ്ങനെയാണ് ആ ആള് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരിക്കലും എൻ്റെ ഈ സിനിമയിലൊരു ഹീറോ 10 പേരെ ഒരുമിച്ച് ഇടിക്കാനോ അല്ലെങ്കിൽ ചാടി പറക്കാനോ അങ്ങനെ സാധ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ഇതിൻ്റെ ക്രൂഷ്യൽ പോയിന്റിൽ എന്ത് തീരുമാനം എടുക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഗൗരിയുടെ ക്യാരക്ടർ? സേറ എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി ഇതിൽ ഡെഫിനറ്റ്ലി റംസാൻ്റെ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ആയിട്ടാണ്. അതല്ലാതെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. കുറച്ചൊരു സ്ട്രിക്റ്റ് ക്രിസ്ത്യാനി, നല്ലൊരു ക്രിസ്ത്യാനി വീട്ടിലെ ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ അറ്റൻഷനും ഒരു പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻറ്റ്, അത്രയും ലവ് ആൻഡ് കെയർ കൊണ്ട് വളർന്നൊരു കുട്ടി, പക്ഷെ തൻ്റെ ഇഷ്ടത്തിൽ വഴങ്ങാതെ, ഫാമിലി മനസ്സിലാക്കാതെ അവളെ ആക്ച്വലി അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു അലയൻസ് കൊണ്ടുവരുന്നതും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു ക്യാരക്ടറാണ്. ഇതിൽ അങ്ങനെ ഉണ്ടാവും, ഡെഫിനറ്റ്ലി സേറയ്ക്ക് ഉണ്ടാവും. പക്ഷെ നമ്മള് ബെസ്റ്റി ആയിട്ടില്ല. ഇല്ല, ഇതിൽ ആക്ച്വലി ഇറ്റ്സ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ അറ്റ്ലീസ്റ്റ് എൻ്റെ പോർഷൻസ് മെയിൻലി ലവിൻ്റെ ഒരു ആംഗിളിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ കല്യാണം, എൻഗേജ്മെൻറ്റ്, ഞങ്ങളുടെ ടീസറിലും കാണിക്കുന്ന ഒരു ലോങ് ഷോട്ട് എൻ്റെ ഒരു ഡിസപ്പോയിൻറ്റഡ് അല്ലെങ്കിൽ അൺഹാപ്പി ഫേസ് ചെയ്യുന്ന ഒരു ലോങ് ഷോട്ട് ബ്രേക്ക് ചെയ്യുമ്പം ഒരു ഫാമിലി പിക്ചർ ആയിട്ടാണ്. അപ്പം എൻ്റെ അച്ഛനായിട്ട് ഞാൻ വളരെ ക്ലോസ് ആണ്. ഹീസ് ദി ഓൺലി പേഴ്സൺ ഹൂ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ്സ് മീ. പക്ഷേ എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ ഒരു പ്രഷർ കാരണം എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലുള്ള ഒരു ക്യാരക്ടർ. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു രസം ഫീൽ ചെയ്യണം എനിക്കിപ്പോ. ഇപ്പൊ ഗൗരി അത് പറഞ്ഞപ്പോഴാണ് ഗൗരിക്ക് ഇത് പറയാനറിയാം. ഇത് ബാക്കിയുള്ള ആര് പറഞ്ഞാലും ഇപ്പൊ കഥ പറയേണ്ടി ഗൗരി വളരെ ആലോചിച്ചാ സംസാരിക്കണേ. ഭയങ്കര ഓരോ വേർഡും പിക്ക് ചെയ്താ സംസാരിക്കുന്നത്. സോ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഓരോ വേർഡ് പിക്ക് ചെയ്ത് അതുകൊണ്ടാണ് ഇതുപോലെ എനിക്ക് കുറെ പണ്ട് വഴക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയണ്ടെന്നൊരു ഐഡിയ, ബിക്കോസ് ഇറ്റ് കെൻ നമ്മൾ ഫ്ലോയിൽ പറഞ്ഞുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതാ. പലപ്പോഴും വർഷയ്ക്ക് അതാണ് പറ്റാറുള്ളത്. ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ എന്താന്ന് വെച്ചാൽ ഞാൻ കഥ പറഞ്ഞു തുടങ്ങും. ഫസ്റ്റ് ഷോട്ട് മുതലുള്ള കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങും. നമ്മൾ ഈ ദിൽവാലെ ദുൽഹനിയ ലേ ജായി എന്നൊക്കെ പറയട്ടില്ലേ, ആ ഫിലിമിന്റെ ഒരു വിജയ ഫോർമുല ഉണ്ട്. അപ്പൊ അതിൽ എങ്ങനെ വന്നാലും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫോർമുല വരുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇപ്പം അടുത്ത കാലത്ത് ഹിറ്റായ ഏതെങ്കിലും ഒരു മൂവി എടുത്ത് സ്ഥിരമായിട്ട് പണ്ട് മുതലേ ഉള്ളൊരു മൂവീസിൽ ഇതുവരെ നമ്മൾ ചോദിക്കുകയാണ്, നായിക വിഴാൻ പോകുമ്പോൾ പിടിക്കത്തില്ലേ? അതെല്ലാ നായികന്മാരും നായിക വിഴാൻ പോകുമ്പോൾ പിടിക്കുന്നുണ്ട്. അത് ഹൃതിക് റോഷൻ മാത്രമല്ല, എല്ലാവരും പിടിക്കുന്നുണ്ടെന്ന് പറയുന്ന പോലെ ഒരു സ്ഥിരം ഒരു രസമുണ്ട് ഒരു ഫിലിമിൽ. നമ്മൾ ഒരു സക്സസ് ഫോർമുല എന്ന് പറയുന്നത് അതങ്ങനെ ഒരു സാധനം എനിക്കിപ്പോൾ മണത്തു. അതെ, ബിക്കോസ് എപ്പോഴും ക്ലീഷേഡ് എന്ന് പറയുന്നത് നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് നമ്മൾ പറയാറുള്ളത്. ബട്ട് സംടൈംസ് ഐ ഫീൽ ദെയർസ് എ ലോട്ട് ഓഫ് ബ്യൂട്ടി ഇൻ ക്ലീഷേ. ഒരു ഇപ്പൊ പറയുന്ന ഒരു ഹീറോയിന്റെ കൈ പിടിക്കുന്നത്, അതിലൊരു ലോങ്കിങ്നെസ് ഉണ്ട്, അതിലൊരു ഇന്റൻസിറ്റി ഉണ്ട്, അതിലൊരു ഇമോഷൻ ഉണ്ട്. അപ്പൊ ഇറ്റ് നെവർ ഗോ റോങ്. അപ്പൊ ഒരിക്കലും അത് ക്ലീഷേഡാന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല. യു ഷുഡ് അപ്രോച്ച് ഇറ്റ് ഇൻ എ ന്യൂ വേ. അതിൽ ഞാൻ പറഞ്ഞ ഈ പുതുമ എങ്ങനെ കൊണ്ടുവരുത്താൻ പറ്റും, അത് ഓരോ ഷോട്ടിലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഡേ ഓൺ സെറ്റ് എന്ന് പറയുന്ന റംസാൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ കുറേ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അന്ന് ഞാനും റംസാനും ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. D4 തൊട്ട് TV കണ്ടിട്ടുള്ളെങ്കിൽ പോലും ഐ നെവർ മെറ്റ് ഹിം ഓർ ഐ ഡോണ്ട് നോ ഹൂ ഹി ഈസ്. പക്ഷെ എന്നാൽ പോലും ആസ് എൻ ആക്ടർ ഇപ്പോൾ ഒരു ലൈറ്റ് സ്റ്റാൻഡിനെ നോക്കിയിട്ടും യു ഹാവ് ടു മേക്ക് ഇറ്റ് കൺവിൻസിങ്. ലൈക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം എപ്പോഴും.
ചില ഷോർട്സിന് ഡെഫിനറ്റ്ലി നോ. അപ്പൊ ഈ പടത്തോട് എനിക്ക് തോന്നുന്നു റംസാൻ ഇസ് നോട്ട് ജസ്റ്റ് എ ഡാൻസർ, ഹി ഈസ് മച്ച് മോർ ദൻ ദാറ്റ്. ഇന്നെനിക്ക് ഭയങ്കര മെച്ചുവർ ആയിട്ട് പല പെർഫോമൻസസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇറ്റ് ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഒരു ലീഡായിട്ട് ഫസ്റ്റ് മൂവി എന്നുള്ളൊരു ഇതില്ലായിരുന്നു. ഹീസ് ലൈക്ക് ഓണിങ് ദ ഹോൾ തിങ്. അത് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ലൈക്ക് ഹി ഓൺസ് ഇറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്കത് ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ പറ്റി. എല്ലാ പടങ്ങളും റൈഫിൾ ക്ലബ്ബ് കാണുമ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതെന്താ റംസാൻ ലീഡായിട്ട് ചെയ്യാത്ത. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ടു. ഞങ്ങളുടെ സെക്കൻഡ് സിംഗിൾ റിലീസായി സന്തത സഖി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റീലിൻ്റെ ഒരു റിഹേഴ്സൽ, താങ്ക് യു, റീലിൻ്റെ റിഹേഴ്സലിൻ്റെ ദിവസം റിഹേഴ്സിങ് ഒരു സ്റ്റുഡിയോയിൽ റിഹേഴ്സ് ചെയ്യുക. പെട്ടെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ പെട്ടെന്ന് കട്ടായി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മിററിൽ ഇങ്ങനെ റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സഡൻലി ഇറ്റ്സ് ലൈക്ക് ഡേജാ വു. ലൈക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഡീഫോ ഡാൻസിൽ 5ാം ക്ലാസ്സിൽ TV കണ്ടോണ്ടിരുന്ന ആ പയ്യന്റെ കൂടെ ഞാനിപ്പോൾ ഡാൻസ് ചെയ്യാണ്, ഞാനൊരു പടം ചെയ്യാണ്. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ലൈക്ക് അപ്പോൾ അവനും പറഞ്ഞു 96 കണ്ടപ്പോൾ ഞാനും ഓർത്തില്ല. സോ ഇറ്റ് ജസ്റ്റ് ഫ്ലോസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിരുന്നു ഈ പടം. എൻ്റെ ഒരു എന്താ പറയുക തീം റൊമാൻസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ പോയി. പക്ഷെ പടത്തിൽ കുറേ ഉണ്ട്. തിയേറ്ററിൽ കാണുമ്പം ഐ ഫീൽ ലൈക്ക് ദി ഓഡിയൻസ് വിൽ ഹാവ് എ ലോട്ട് ടു ടേക്ക്. ആൻഡ് അടിപൊളി പാട്ടുകളുണ്ട്. വി ഹാവ് ലൈക്ക് 7 songs. ഇതിൽ 2 ഓൾറെഡി ഹിറ്റായി. ഓണം സോങ്ങും ഹരിശങ്കർ പെട്ടെന്ന് ഹിറ്റായി. സോ ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടോട്ടൽ പാക്കേജ്. ചേച്ചി ഒരു ഫാൻ ഗേൾ പറഞ്ഞതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ ഇത് അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ റംസാൻ ഞാൻ ഐഷു ദിസ് ഇസ് ഫോർ യു. അപ്പോൾ ഐഷു എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. അത് പ്രത്യേകിച്ച് കസിനാണോ ഫ്രണ്ടാണോ അനിയത്തിയാണോ ഒന്നും പറയുന്നില്ല. ആളിങ്ങനെ പറഞ്ഞു റംസാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണോ. ഞാൻ എന്തേ അല്ല എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് പറഞ്ഞു. അപ്പോൾ എടാ നീ എന്താ പിന്നെ ഒരു ഇത് ശ്രദ്ധിച്ചേക്കണേ. അപ്പം ഞാൻ കണ്ണുകൾ വളരെ നല്ലതാണ്. നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ ആളെ നോക്കുമ്പോൾ ഓക്കെ കണ്ണുകൾ ഭയങ്കര നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കേ എനിക്ക് അതന്നെ സെയിം സാധനം ചോദിക്കാണ്ട് അങ്ങനെ ഫീൽ ചെയ്തു. കണ്ണിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്രീസ് ആയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഭയങ്കര ചാമുണ്ട്. ലൈക്ക് റൈറ്റ് ഫ്രം ഇപ്പോൾ D4 സൂപ്പർ ഡാൻസർ തൊട്ട് കാണുമ്പോൾ ഹി വാസ് വാട്ട് 5th സ്റ്റാൻഡേർഡോ എത്രയായിരുന്നു 5th grade. ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രായം. അപ്പം നമ്മൾ അറിയാതെ തന്നെ അത്രയും ഹി ഓൺസ് ദ സ്റ്റേജ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ട് എൻ്റെ പണ്ടത്തെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഐ ഹാഡ് എ ക്രഷ് ഓൺ ഹിം 4.5 years ago. ലൈക്ക് സ്പെസിഫിക്കലി ഐ തിങ്ക് ആ ഒരു ഡാൻസിൽ ആ പെർഫോമർ ഇൻ ഹിം കംസ് എ ലൈവ്. അതെനിക്ക് എവറി ടൈം ഐ പെർഫോം വിത്ത് റംസാൻ ഐ കെൻ സീ ദാറ്റ് ഹി ഇമ്മീഡിയറ്റ്ലി സ്വിച്ചസ്. ആ ഒരു ചാം എനിക്ക് തോന്നുന്നു അത് ട്രാൻസ്ലേറ്റ് ആവും ഓഡിയൻസിലോട്ടും. ഈ പടത്തിലും അതാവും. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇപ്പം ഡാൻസിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ സാഹസത്തിന്റെ നമ്മുടെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങൾക്ക് 10 ദിവസം നമുക്കൊരു നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്, ഞാനും റംസും ഒക്കെ. അപ്പം സ്ക്രീനിൽ ഡയറക്ടറുടെ കൂടെ അപ്പുറത്തിങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് റംസാന്റെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ലൈക്ക് എന്ത് ഭംഗിയായിട്ടാ ചെയ്യണേ. അപ്പൊ ഞാൻ വേറൊന്നുമല്ല പറയണത്. ഇപ്പൊ മനസ്സിലായ പെമ്പിള്ളാരുടെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ എടുത്താലുള്ള ഗുണം എന്താണെന്ന്. ശരിക്കും ഇങ്ങനെ മുഖത്ത് മാത്രമല്ല ഷൈനസ് വരണം, ഫുൾ ബോഡിയിൽ ഷൈനസ്. ആക്ച്വലി റംസാൻ ഭയങ്കര നാണുള്ള ഒരാളാണ് എന്നാണ് നമുക്ക് ചില സമയത്ത് കൂട്ടത്തിലല്ല, ഐ മീൻ എല്ലാരും കൂടി കൂടുമ്പോഴാണ് വന്ന നാണൊന്നുമില്ല. പക്ഷെ ക്രാഫ്റ്റ് ഡാൻസ് ചെയ്യാൻ പറയൂ, ആക്ട് ചെയ്യാൻ പറയൂ, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യും, അടിപൊളിയാ. അപ്പം ഈ സാഹചര്യം ഇറങ്ങി കഴിഞ്ഞാല് ഇനി അത് വേറൊരു മൂഡായിരിക്കും റംസാന്. ഫോർ ഷുവർ. അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എല്ലാം ജേർണിയേക്കാളും we're all excited to see. എത്ര പേരാണ് കൂടുതലുള്ള ആൾക്കാർ, എന്തൊരു വൈബാ നോക്കിയേ. നിന്നെ ഇരുത്തി പറയാണ് മറ്റേതായിട്ട് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നല്ലതും കൂടി പറഞ്ഞാൽ ഇവര് ഞാൻ ചെന്ന് കഴിഞ്ഞ എനിക്ക് തൊടുപുഴയില് ആ സീക്വൻസിൽ ഞാനില്ല. അതെ, ഒരു ജേർണിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനില്ല. എനിക്ക് കൂടുതലും ഓഫീസ് പോർഷൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് വൈബായിരുന്നറിയോ, ഞങ്ങൾ നൈറ്റ് ഷൂട്ടൊക്കെ കിടിലും. സാധാരണ നൈറ്റ് ഷൂട്ട് എന്നൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ടയേർഡാന്നൊക്കെയല്ലേ എല്ലാവരും പറയുന്നത്. ഇവരൊക്കെ വന്നിട്ട് നൈറ്റ് ഷൂട്ട് എന്ത് അടിപൊളിയായിരുന്നറിയോ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ. ഞാൻ പറഞ്ഞു ശരിക്കും മിസ് ചെയ്തിട്ട് ഞാൻ ബിബിനോട് ചോദിച്ചു എന്തെങ്കിലും ഒന്ന് എഴുതായിരുന്നില്ല എനിക്ക് വേണ്ടി കൂടെ.